പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങേക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി വന്നിരുന്ന 12ാമത്തെ ഓൺലൈൻ കൺവെൻഷൻ്റെ സമാപന ദിവസമാണല്ലോ ഇന്ന്. പ്രിയരെ, ഈ കഴിഞ്ഞ 25-ാം തീയതി മുതൽ 25/8 മുതൽ ഇന്ന് വരെയിലും ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചു, സഹായിച്ചു. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അനേക ദാസന്മാരുടെ അനുഗ്രഹമേറിയ ദൈവിക ആലോചനകൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ കൺവെൻഷൻ മുമ്പോട്ട് പോയി എന്നത് അനേകരുടെ ഫോൺ കോളും അല്ലാതെയും ഒക്കെയായി അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം എനിക്ക് തോന്നിയ നല്ല നിമിഷങ്ങളായിരുന്നു. കർത്താവിന് ഒരുപാട് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അടിയൻ ഇതിനൊന്നും ഒരു യോഗ്യതയും പറയുവാനില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ ആ കാൽവരി ക്രൂസിലെ സ്നേഹവും ദൈവത്തിന് നമ്മളോടുള്ള കരുതലും കൃപയും മാത്രമാണ്. ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് സന്തോഷത്തോടു കൂടി പറയുവാൻ കഴിയും. ദൈവമക്കളെ, നമ്മളാക്കിയിരുന്ന 16 മെമ്പേഴ്സും, അതായത് കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരും ഉൾപ്പെടെ 16 പേർ സംസാരിച്ചിരുന്നു. ഈ 16 പേർക്കും ഒരു മുടക്കവും സംഭവിക്കാതെ കൃത്യസമയത്ത് അവർ ഹാജരാകുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എത്ര വാക്കുകൾ പറഞ്ഞാലും കർത്താവിന് നന്ദി പറഞ്ഞത് അത് തികയില്ല, പറ്റുകയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് കർത്താവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് നമുക്ക് ലഭിച്ച ഒരു വലിയ ഒരു ഗിഫ്റ്റായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കഴിഞ്ഞ ദിനങ്ങളെല്ലാം കർത്താവിന് സ്തോത്രം. 5 മണിയായാൽ ദൈവദാസന്മാരുടെയും ദൈവദാസിമാരുടെയും നല്ല വചന ശുശ്രൂഷകൾ കേൾക്കുക എന്നത് അനേകർ അതിനുവേണ്ടി കൃത്യസമയത്ത് വരികയും അല്പം ഒന്ന് ഡിലേ ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നെ കോൾ ചെയ്യുകയും എന്തു പറ്റിയെന്ന് ചോദിക്കുന്ന അനേക സഹോദരങ്ങളെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് ഈ വൈകിയ വേളയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരു നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. പേരായിട്ട് പറയുവാൻ പറ്റത്തില്ല, കാരണം എനിക്കും പിൻപിൽ സമയം വളരെ കുറവാണല്ലോ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണ്. കഴിഞ്ഞ 25 മുതൽ ഇന്നലെ വരെയും പ്രസംഗിച്ചിരുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേഗം വരുന്നവരായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. എൻ്റെ മാത്രമല്ല, എന്നെ ചുറ്റിയുള്ള എൻ്റെ റോസ് ഫാമിലി അഡ്മിന്മാരുടെ നാമത്തിലും ഒക്കെ നിങ്ങൾക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും അത് തീരുകയല്ല. ദൈവമക്കളെ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് അധിക സമയം സംസാരിച്ചു പോകുവാൻ പറ്റില്ല, കാരണം എൻ്റെ മുൻപിലും ഒരു വിഷയമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പോകുന്ന വിഷയം കിങ്ഡം ഓഫ് ഹെവൻ, പുതിയ യെരുശലേമിനെ കുറിച്ചാണ്. ദൈവമക്കളെ, അത് പറയുമ്പോൾ ആ ഒരു വിഷയത്തെ നമുക്ക് അറിയാം. മറ്റ് കഥകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനിടയിൽ നമുക്ക് പറയുവാൻ കഴിയുകയില്ല. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പുതിയ യെരുശലേമിനെ നിങ്ങളുടെ മുൻപിൽ അത് എങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യം, അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് എങ്ങനെയാണ് വരാൻ പോകുന്നത്, മണവാട്ടിയായിരിക്കുന്ന സഭ അല്ലത് കാന്ത അല്ലെങ്കിൽ എങ്ങനെ ഒരുങ്ങണം എന്നതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിന് മുൻപായിട്ട് പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് നമുക്ക് വചന ധ്യാനത്തിലേക്ക് കിടക്കാം. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വചന ശുശ്രൂഷ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാവുകയുള്ളൂ. ഒരു കഥയാണെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ, അത് എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കത് സെറ്റാകും, മൈൻഡിൽ സെറ്റാകും. എന്നാൽ ഇത് കഥയല്ല പ്രിയപ്പെട്ടവരെ, റിയൽ ഹാപ്പനിങ്സ്, നടക്കാൻ പോകുന്ന ചരിത്ര സംഭവം. ഹല്ലേലൂയ. ആകയാൽ ഇരുന്ന ഈ സമയം ആരംഭം മുതൽ അവസാനം വരെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഇതിൽ ഉണ്ടാകണമേ എന്ന താഴ്മ
താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു പാട്ടിന്റെ ചില അടികൾ പാടാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൂര്യകാന്തം പോലിറങ്ങി വരും ദൈവത്തിൻ സന്നിധി നിന്നു തന്നെ. സൂര്യകാന്തം പോലിറങ്ങി വരും ദൈവത്തിൻ സന്നിധി നിന്നു തന്നെ. ശോഭനമേ അതിശോഭനമേ പുതിയ യെരൂശലേം ശോഭനമേ. ശോഭനമേ അതിശോഭനമേ പുതിയ യെരൂശലേം ശോഭനമേ. ക്രിസ്തേശു താനതിൻ മൂലക്കല്ലായി അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ. ക്രിസ്തേശു താനതിൻ മൂലക്കല്ലായി അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ. അടിസ്ഥാന കൽകളാൽ തീർത്തതാലേ വിശുദ്ധ മന്ദിരം ശോഭനമേ. അടിസ്ഥാന കൽകളാൽ തീർത്തതാലേ വിശുദ്ധ മന്ദിരം ശോഭനമേ. ശോഭനമേ അതിശോഭനമേ പുതിയ യെരൂശലേം ശോഭനമേ. ശോഭനമേ അതിശോഭനമേ പുതിയ യെരൂശലേം ശോഭനമേ. കൂടാരമാകുമെൻ ഭൗമഗ്രഹം അഴിയുകിൽ കൈപ്പണിയല്ലാത്തതാ. കൂടാരമാകുമെൻ ഭൗമഗ്രഹം അഴിയുകിൽ കൈപ്പണിയല്ലാത്തതാ. നിത്യ വീടുന്നുണ്ടെനിക്ക് സ്വർഗേ അതുതന്നെയാണ് പുതുശാലേം പൂരം. നിത്യ വീടുന്നുണ്ടെനിക്ക് സ്വർഗേ അതുതന്നെ ആണ് പുതുശാലേം പൂരം. ശോഭനമേ അതിശോഭനമേ പുതിയ യെരൂശലേം ശോഭനമേ. ശോഭനമേ അതിശോഭനമേ പുതിയ യെരൂശലേം ശോഭനമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നോടൊപ്പം ചേർന്ന് കണ്ണുകളെ അടയ്ക്കുമോ പ്രാർത്ഥിക്കാം നമുക്ക്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഹല്ലേലൂയ, വചനവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയൻ കടന്നു വരുന്ന കർത്താവേ, അടിയൻ ഇതിന് യോഗ്യതയുള്ളവളല്ലപ്പാ. അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു നാഥാ. കർത്താവേ, അവിടുത്തെ രക്തത്താലപ്പച്ചൻ എല്ലാവരെയും കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടേതപ്പ. വചനത്തിന് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവേ, വചനത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ എൻ്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രയിട്ടാട്ടെ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വചനം അവരുടെ നാവിൽ, കർത്താവ് അവരുടെ കാതിൽ അവർക്ക് ധ്വനിക്കുമ്പോൾ ഒരു വലിയ രൂപാന്തരം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കൃപകൾ കൊണ്ട് നിറച്ചട്ടെ കർത്താവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തി ജീവിതങ്ങളോടായി കർത്താവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ആൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു നാഥാ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പുതിയ യെരൂശലേം എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്കതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കുവാൻ കഴിയും. എന്നാൽ വചനത്തിന് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോടായി ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് അനേകർക്കും യേശു കർത്താവ് ഒരുക്കാൻ പോയിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചോ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചോ പ്രൈസ് ദി ലോർഡ് ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല. ചിലർക്കൊക്കെ ഹല്ലേലൂയ സഭകളിൽ പോലും ഇങ്ങനെയുള്ള മെസ്സേജുകൾ കുറവാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാവുന്നൊരു സഭയുണ്ട്.
ആ സഭയിൽ എന്നും ഏതാണ്ട് കിട്ടത്തിട്ട് ഞങ്ങളൊരു 4 വർഷമായി ആ സഭയിലുണ്ട്. പക്ഷേ ആ സഭയിൽ എന്നും അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് പറയുന്നത്. പലപ്പോഴും എൻ്റെ ഹൃദയത്തിന് ആഴത്തിൽ വളരെ വേദന എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ദൈവ പൈതലെ, കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അറിയാത്തവരായി കർത്താവ് ഹല്ലേലൂയ എങ്ങനെ വരാൻ പോകുന്നു, കാന്തയാകുന്ന സഭ മണവാട്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് പോലും തിരിച്ചറിവില്ലാതെ ജീവിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കൈവിടപ്പെട്ടു പോകും, തള്ളപ്പെട്ടു പോകും. എൻ്റെ കർത്താവിന്റെ ആ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല എന്നത് ഹല്ലേലൂയ ഇന്ന് വ്യക്തമായി ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ആകയാൽ അല്പനിമിഷമായി പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കാം. കർത്താവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കേവർക്കും സുപരിചിതമാണ്. പല ആവർത്തികൾ നാം വായിച്ചിട്ടുള്ളതും ആണ്. എങ്കിൽ പോലും ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. പുതിയ യെരൂശലേം അഥവാ കിങ്ഡം ഓഫ് ഹെവൻ എന്താണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പറയുവാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്പമായി ആഴമായി നമുക്ക് വചനത്തിലൂടെ തന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയരെ, ഭൗതിക യെരൂശലേം അതിന്റെ തലസ്ഥാനം യെരൂശലേമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമുക്കൊരു കാര്യം ചിന്തിക്കുവാനുള്ളത്, കർത്താവിന്റെ മണവാട്ടിയാകുന്ന സഭ ഹല്ലേലൂയ കർത്താവിനോടൊത്ത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതിന് ന്യൂ ജെറുസലേം എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രം ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ അതായത് 14-15 വാക്യത്തിലേക്ക് വരുമ്പോൾ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ എല്ലാവരും മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് കാണുന്നു. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് നമ്മളെ ഉണർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 28-ന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. മത്തായി 4-ന്റെ 23-ലേക്ക് വരുമ്പോൾ, ദൈവമക്കളെ, അവൻ രോഗികൾക്ക് ആശ്വാസദായകനെന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ ഈ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവജനമേ, അവൻ മനസ്സലിവുള്ള ദൈവമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവ് വിഭാവനം ചെയ്തിട്ടുള്ള ആ സ്വർഗരാജ്യത്തിന്റെ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ ഇന്നത്തെ ഭൂമിയിലെ പോലുള്ള ഒരു ഭരണമല്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ഈ ലോകത്തിലെ ഭരണകൂടങ്ങൾ മാറുകയും മറിയുകയും ചെയ്യും. എന്നാൽ എന്റെ കർത്താവിന്റെ രാജ്യമോ ഇളകാത്ത രാജ്യം. ഗ്ലോറി. ഹല്ലേലൂയ. ഇളകാത്ത രാജ്യമാണ് കർത്താവ് സ്ഥാപിക്കാൻ പോകുന്നത്. പ്രിയരെ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, അതിന്റെ ഒരു ലൈൻ മാത്രം ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഭരണകൂടം എങ്ങനെയാണെന്ന് ആ പാട്ടിലൂടെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ലൈൻ 1-2 ലൈനുകൾ പാടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭരണത്തിൻ മാറ്റങ്ങൾ കാണുമ്പോൾ സമാധാനമില്ലാത്തതെന്താണ്? തന്റെ വരവിന്റെ ലക്ഷ്യമതായി കള്ളമൊരുക്കുന്നു രാഷ്ട്രങ്ങൾ. തന്റെ വരവിന്റെ ലക്ഷ്യമതായി കള്ളമൊരുക്കുന്നു രാഷ്ട്രങ്ങൾ. യേശുവിൻ വരവതി ശീഘ്രമായി ലക്ഷ്യങ്ങൾ അനുദിനം കാണുന്നു.
വേഗമൊരുങ്ങുവിൻ സോദരരേ. കാഹളം മേഘത്തിൽ കേൾക്കാറായി വേഗമൊരുങ്ങുവിൻ സോദരരേ. കാഹളം മേഘത്തിൽ കേൾക്കാറായി പട്ടിണി മാറ്റുവാൻ നോക്കിയിട്ട് മന്ത്രിമാരോടിനതെന്താണ്? പട്ടിണി മാറ്റുവാൻ നോക്കിയിട്ട് മന്ത്രിമാരോടിനതെന്താണ്? യേശുവിൻ വരവു വരെ ഇവിടെ പട്ടിണി മാറ്റുവാൻ സാധ്യമല്ല. യേശുവിൻ വരവു വരെ ഇവിടെ പട്ടിണി മാറ്റുവാൻ സാധ്യമല്ല. യേശുവിൻ വരവതി ശീഘ്രമായി ലക്ഷ്യങ്ങൾ അനുദിനം കാണുന്നു. വേഗമൊരുങ്ങുവിൻ സോദരരേ. കാഹളം മേഘത്തിൽ കേൾക്കാറായി വേഗമൊരുങ്ങുവിൻ സോദരരേ. കാഹളം മേഘത്തിൽ കേൾക്കാറായി യുദ്ധധ്വനികൾ മുഴങ്ങുമ്പോൾ രാഷ്ട്രങ്ങൾ ചേരണതെന്താണ്? യുദ്ധധ്വനികൾ മുഴങ്ങുമ്പോൾ രാഷ്ട്രങ്ങൾ ചേരണതെന്താണ്? തൻ്റെ വരവിൻ്റെ ലക്ഷ്യമതാ വേഗമൊരുങ്ങുവിൻ സോദരരേ. തൻ്റെ വരവിൻ്റെ ലക്ഷ്യമതാ വേഗമൊരുങ്ങുവിൻ സോദരരേ. യേശുവിൻ വരവതി ശീഘ്രമായി ലക്ഷ്യങ്ങൾ അനുദിനം കാണുന്നു. വേഗമൊരുങ്ങുവിൻ സോദരരേ. കാഹളം മേഘത്തിൽ കേൾക്കാറായി വേഗമൊരുങ്ങുവിൻ സോദരരേ. കാഹളം മേഘത്തിൽ കേൾക്കാറായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇതാണ് ഈ ലോകത്തിന്റെ സ്ഥിതി. ഈ ലോകത്തിലെ ഭരണകൂടം ഇങ്ങനെയാണ്. അത് മാറുകയും മറിയുകയും ചെയ്യും. എന്നാൽ എന്റെ കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന രാജ്യം, അത് പ്രിയപ്പെട്ടവരെ, അത് എന്നേക്കുമായി സ്ഥിരമായത് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. നമുക്ക് മറ്റൊരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളെ ഞാനിവിടെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇങ്ങനെയാണ്. ഹല്ലേലൂയ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭൂമിയിൽ നിന്നും, പ്രൈസ് ദി ലോർഡ്, ഭൂമിയിൽ ഭരണം നടത്തുവാൻ സകല വംശക്കാരും ജാതിക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, കർത്താവിന്റെ രക്തം കൊടുത്ത് ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങിയതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. മാത്രമല്ല, അങ്ങനെയുള്ളവരാണ് രാജ്യം അഥവാ പുരോഹിതന്മാർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പ്രിയരെ, ഞാനിപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ഒരു ജനമാണോ അതോ അതൊരു സ്ഥലമാണോ? പ്രൈസ് ദി ലോർഡ്. ആർക്കും കുഴപ്പങ്ങൾ വേണ്ട. നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നെയും നമുക്ക് അല്പം കൂടെ ഡീപ്പായി നമുക്ക് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 21-ന്റെ 2-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അറിയാം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്കറിയാം ഇതിന്റെ ചരിത്രം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ പത്മോസിലേക്ക് ദ്വീപിലേക്ക് നാട് കടത്തിയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, താൻ കണ്ട ദർശനം
ഉദാഹരണമാണിത്. ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ, പത്മോസിന്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, വന്യമൃഗങ്ങളും പ്രൈസ് ദി ലോർഡ് 4 സൈഡും പാറക്കെട്ടുകൾ പർവ്വതങ്ങളുമായി ഹല്ലേലൂയ വന്യമൃഗങ്ങൾ മനുഷ്യന്റെ അതായത് മണം ഏറ്റുകഴിഞ്ഞാൽ മൃഗങ്ങൾ ഹല്ലേലൂയ മാറുകയില്ല, കൊന്ന് അതായത് നമ്മുടെ ഭാഷ പറഞ്ഞ കൊല വിളിക്കും എന്ന് തന്നെ പറയട്ടെ. എന്നാൽ അത്രമാത്രം ഹല്ലേലൂയ ഒരു മൃഗീയമായ അവസ്ഥയാണ് ഡോമിഷ്യൻ ചക്രവർത്തി അവിടെ നടത്തിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ നാടുകടത്തിയപ്പോൾ താൻ അവിടെ ഭയത്തിലല്ല പ്രിയപ്പെട്ടവരെ താനായിരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? താൻ അവിടെ ഇരുന്നു കൊണ്ട് താൻ ദൈവമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധമാണ് താൻ അവിടെ സ്ഥാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ ഹല്ലേലൂയ, താൻ ദർശനം കണ്ടതാണ് ഇവിടെ നമുക്ക് വായിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് കണ്ടു, അല്ലെങ്കിൽ ഇറങ്ങി വരുന്നത് കണ്ടു. ദൈവജനമേ, അപ്പോൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. യെരൂശലേം, പുതിയ യെരൂശലേം എന്ന് പറയുന്നത് കാന്തയാകുന്ന മണവാട്ടിയും കർത്താവും വസിക്കുന്ന ഒരു നഗരമാണെന്ന് ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, വെളിപ്പാട് പുസ്തകം അതിന്റെ 19ന്റെ 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവജനമേ, മണവാട്ടിയാകുന്ന കാന്തയുടെ വിശേഷ വസ്ത്രത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ മണവാട്ടിയാകുന്ന കാന്തയുടെ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുമാത്രമല്ല, വിശുദ്ധന്മാരുടെ അങ്കിയോ ഹല്ലേലൂയ. ദൈവമക്കളെ, അതെന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 61ന്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. ഹല്ലേലൂയ. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ധരിപ്പിച്ചിരിക്കുന്നു എന്ന്. നോക്കണം ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന്റെ എത്ര ശ്രേഷ്ഠകരമേറിയ പദവിയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ വസ്ത്രത്തെ കുറിച്ചും പ്രൈസ് ദി ലോർഡ് ഒക്കെയാണ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു കാര്യം പറയട്ടെ. സ്ത്രീകൾ സഭയിൽ കീഴടങ്ങിയിരിപ്പീൻ ഒരു വലിയൊരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. സ്ത്രീകൾ ആരും പ്രസംഗിക്കാൻ പാടില്ല, സ്ത്രീകൾ മിണ്ടാൻ പാടില്ല, സഭയിൽ മിണ്ടരുത്, മിണ്ടി പോയേക്കരുത് എന്നുള്ള വാണിംഗ് ആണ് ഇന്നേക്ക് അനേക സഹോദരന്മാർ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോടായിട്ട് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയാ സ്ത്രീ എന്നും പുരുഷനെന്നുമുള്ള വ്യത്യാസം വിശുദ്ധ ബൈബിളിൽ ഇല്ല. എന്താണ് അതിന്റെ കാരണമെന്ന് അറിയാമോ? എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, 2 കൊരിന്ത്യർ 11ന്റെ 2ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നോക്കണം പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്ന ഏക പുരുഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തു മാത്രമേ ഉള്ളൂ പുരുഷൻ. മറ്റേ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ സ്ത്രീകളുടെ ലിസ്റ്റാ എന്ന് പറഞ്ഞാൽ കാന്തയാകുന്ന സഭ, മണവാട്ടിയാകുന്ന സഭ പ്രിയപ്പെട്ടവരെ സ്ത്രീയാണ്. നമ്മളെ വേളി കഴിക്കാനാണ് എന്റെ കർത്താവ് വരാൻ പോകുന്നത്. ഗ്ലോറി. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാകുന്ന ദൈവമക്കൾ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. സഭയാകുന്ന നാം ഓരോരുത്തരും സ്ത്രീയാണ് ദൈവമക്കളെ. ഇവിടെ ആണെന്നും പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നും കർത്താവിന്റെ മുൻപിൽ എന്താണെന്ന് അറിയാമോ? കർത്താവ് മാത്രമേ ഉള്ളൂ ഏക പുരുഷൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ ഏക പുരുഷൻ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇനി അല്പം കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ മണവാട്ടി സഭ എങ്ങനെയായിരിക്കണം? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മണവാട്ടിയാകുന്ന സഭ എങ്ങനെയായിരിക്കണം പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ ഒരു ലൈനുണ്ട്. അതായത് ഇങ്ങനെയാണ് സഭ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതായത് മണവാട്ടി എന്ന് പറയുന്ന, കാന്ത എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക്, അങ്ങനെ തന്നെ പറയട്ടെ
പ്രിയപ്പെട്ടവരെ, ചില ക്വാളിറ്റികളുണ്ട്. എല്ലാവർക്കും കാന്തയാകുവാൻ പറ്റുമോ? എല്ലാവർക്കും മണവാട്ടിയാകുവാൻ കഴിയുമോ? മണവാട്ടി എന്ന് പറയുമ്പോൾ മണവാളൻ ഈക്വലായിട്ടുള്ള ഒരു വ്യക്തിയാ മണവാളൻ തിരഞ്ഞെടുക്കുന്നത്. ചുമ്മാതെ കാണുന്നവര് ഒന്നും പോകുന്നവരെ ഒന്നും കർത്താവ് അല്ലെങ്കിൽ മണവാളൻ തിരഞ്ഞെടുക്കയില്ല എന്നത് ഇന്ന് ഈ വൈകിയവേളയിൽ എന്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിന് ആഴത്തിലേക്ക് ദൈവത്തിന്റെ വചനമെന്ന് കടന്നു വരുമ്പോൾ പ്രൈസ് ലോർഡ്, നിങ്ങളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കട്ടെ, നിങ്ങളിലൊരു വലിയ രൂപാന്തരം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്, നാം ഇന്ന് വരെയിലും പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, പുറകിലേക്കൊന്ന് ഇറങ്ങി നോക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും സഭ അഥവാ മണവാട്ടി എന്ന വണ്ണമാണോ നാം ജീവിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഭ എങ്ങനെയായിരിക്കണം എന്നറിയാമോ? അല്ലെങ്കിൽ മണവാട്ടി എങ്ങനെയുള്ള മണവാട്ടിയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്ന അറിയാമോ? അവനവേളെ വചനത്തോട് കൂടെ സ്നാനത്താൻ, അവനവേളെ വചനത്തോട് കൂടെ സ്നാനത്താൻ, കറചുളുക്കം വാട്ടമാലിന്യമൊന്നുമില്ലാതെ തനിക്കു തന്നെ തേജസ്സോട് മുൻനിർത്തുവാ, തനിക്കു തന്നെ തേജസ്സോട് മുൻനിർത്തുവാൻ. ഹല്ലേലൂയ. ദൈവജനമേ, സഭ അഥവാ മണവാട്ടി എന്ന് പറയുമ്പോൾ കറച്ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാത്തവളെയാ എന്റെ കർത്താവ് വേളി കഴിക്കുവാനായിട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോന്നിവാസം സംസാരിക്കും, തോന്നുന്ന വഴിയിൽ പോകുന്നവരും ഒരു വ്യക്തിയല്ല ഇവിടെ മണവാട്ടിയായിട്ട് എന്റെ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവജനമേ, എന്റെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, എന്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. തന്റെ മണവാട്ടിയാകുന്ന സഭ, കാന്തയാകുന്ന സഭ അത് എപ്രകാരം ആയിരിക്കണമെന്നതിനെ കുറിച്ച് എന്റെ ദൈവം വളരെ വ്യക്തതയോടുകൂടി അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ ആലോചന കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, സഹോദരി, സഹോദര, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ തന്നെ സ്വയം ഇരുത്തി ഹല്ലേലൂയ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ കർത്താവ് എന്റെ മണവാളൻ ഒത്ത ഒരു മണവാട്ടിയാണോ ഞാനെന്ന്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ തോന്നുന്നുവോ എങ്കിൽ നിശ്ചയമായും എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, വെളിപ്പാട് പുസ്തകം 21-3 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ദൈവം മനുഷ്യനോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 2-19 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മന്ദിരം പൊളിപ്പിൻ, ഈ ഞാൻ 3 ദിവസത്തിന് അകം അതിനെ പണിയുമെന്ന് ഹല്ലേലൂയ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ യെരൂശലേം ദേവാലയത്തെ AD 70 പ്രൈസ് ദി ലോർഡ് തീത്തോസ് ആനയെ വെച്ച് പൂട്ടി യെരൂശലേം ദേവാലയം ഇടിച്ചു കളഞ്ഞത് നമുക്ക് ഏവർക്കും അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അവിടെ വിട്ട് കടന്നു പോരുമ്പോൾ പൗലോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദമാസ്കോസിന്റെ വടിക്കൽ വെച്ച ശൗൽ ഹല്ലേലൂയ തനിക്കുണ്ടായിരുന്ന ഒരൊറ്റ ജോലിയാ, താൻ വളരെ കൃത്യതയോടുകൂടി താനത് ചെയ്തു തീർക്കുമായിരുന്നു. എന്താണെന്നറിയാമോ? എവിടെയെങ്കിലും ഹല്ലേലൂയ എന്റെ യേശുവിനെ ആരാധിക്കുന്നവർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി തേടി കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് അവരെ ഉപദ്രവിച്ച് അവരെ അപമാനിച്ച് അവരെ നിന്ദിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടടയ്ക്കുക അല്ലെങ്കിൽ ജയിലിലാക്കുക. ഇതാണ് താൻ നന്നായിട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു പണി. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ നോക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ തൊട്ടാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? നമുക്കറിയാം ദമാസ്കോസിന്റെ വടിക്കൽ വെച്ച് ഹല്ലേലൂയ താൻ കുതിരപ്പുറത്ത് അതിവേഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് തനിക്ക് ചുറ്റും ഒരു വലിയൊരു പ്രകാശം മിന്നി. താൻ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് കുതിരപ്പുറത്തു നിന്ന് താഴെ വീണു. താൻ എന്താ ചോദിച്ചെന്നറിയാമോ? നീ ആരാകുന്നു കർത്താവേ? ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. താൻ ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. വളരെ സിമ്പിൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് മറുപടി പറഞ്ഞത്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. പ്രിയരെ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ യേശുവിന്റെ ശരീരവുമായി ഒരു എൻകൗണ്ടർ നടക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാണ്. ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാണ്. ആ ശരീരം കർത്താവിന്റെ മണവാട്ടിയാകുന്ന സഭയാണ്. പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ,
നമുക്കറിയാം ഹല്ലേലൂയ ദൈവജനത്തെ വേദനിപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ ദൈവജനത്തെ വേദനിപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവജനത്തെ വേദനിപ്പിച്ചാൽ കർത്താവിനെ വേദനിപ്പിക്കുക തന്നെയാണ്. അതിന് മാറ്റങ്ങളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ അത് കർത്താവിന്റെ ശരീരത്തെ വേദനിപ്പിച്ചു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവജനമേ, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമെന്നാണ് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ ദൈവജനമേ, അടുത്തതായിട്ട് അല്പം കൂടെ നമുക്ക് ഹല്ലേലൂയ ആഴമായി ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. പുതിയ യെരൂശലേമിന്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കിക്കൊള്ളണം. പുതിയ യെരൂശലേമിന്റെ പ്രത്യേകതകളെ കുറിച്ച് നാം അല്പം കൂടെ ചിന്തിക്കുന്നത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ദൈവജനമേ. ഹല്ലേലൂയ അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ, നാം ഇങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ പ്രിയരെ, ഈ നഗരം മനോഹരമായി അലങ്കരിച്ച ഒരു അത്ഭുതം പ്രൈസ് ദി ലോർഡ് നഗരമാണെന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ, ഒരു അത്ഭുത നഗരമായിട്ടാണ് ജെറുസലേമിനെ കുറിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ് ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ നഗര, അതായത് അതിനെ നാം അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്, നഗരവാതിലിന്റെ അടിസ്ഥാനങ്ങൾ പ്രിയപ്പെട്ടവരെ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ന്റെ 19-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. വെളിപ്പാട് 21-ന്റെ 19-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം രത്നങ്ങൾ കൊണ്ടാണ്, ഏതെല്ലാം വിധത്തിലുള്ള രത്നങ്ങളാണ് കർത്താവ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ നിന്ന് വായിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് സൂര്യകാന്തം 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പുകല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേദകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂരം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധിരത്നം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 12 വിധമായ രത്നങ്ങൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 12 വിധമായ രത്നങ്ങളാൽ കർത്താവ് ഹല്ലേലൂയ അലങ്കരിച്ച് അതാണ് അലങ്കരിച്ചിരിക്കുന്ന ഒരു നഗരമെന്ന് വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഹല്ലേലൂയ. മാത്രമല്ല അതിന്റെ നീളവും വീതിയും ഉയരവും 1500 മൈൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 21-ന്റെ 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 216 അടി ഉയരത്തിൽ രത്നം മതിൽ ഉണ്ട് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന രത്നം മതിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെളിപ്പാട് 21-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവജനമേ, രത്നഗോപുരമുള്ള നഗരം എന്നാണ് എത്ര മാത്രം അതിന് വർണ്ണിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 22-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പളുങ്ക് ജല നദി ഉള്ള നഗരം എന്നാണ് കാണുന്നത്. പളുങ്ക് ജല നദി ഉള്ള നഗരം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 21-ന്റെ 25 വാതിലുകൾ ഒരിക്കലും അടയ്ക്കാത്ത നഗരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ദൈവജനമേ, വാതിലുകൾ ഒരിക്കലും അടയ്ക്കാത്ത നഗരമാണ് കർത്താവ് ഒരുക്കുന്നത്. ഹല്ലേലൂയ. 1200 ഫർലോങ് ചുറ്റളവ് ഇതിനുണ്ടെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 21-ന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ നഗരത്തിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് 560 കിലോമീറ്ററാണ് പ്രിയപ്പെട്ടവരെ. വെളിപ്പാട് 21-ന്റെ 21-ാമത്തെ വാക്യം, ഓരോ ഗോപുരവും ഓരോ മുത്തുകൾ, ഹല്ലേലൂയ, ഓരോ ഗോപുരവും ഓരോ മുത്തുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നഗരത്തിന്റെ വീതിയോ സ്വച്ഛ സ്ഫടിക തുല്യം. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ഇച്ചിരി ഒരല്പം തങ്കം അല്ലെങ്കിൽ സ്വർണ്ണം കാണുമ്പോഴത്തേക്ക് ജനങ്ങളുടെ ഒരു ഇളക്കപ്പെരുക്കം ഒന്ന് കാണണം. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഒരു ശകേലം, ഒരു ഇച്ചിരി മാത്രം, നമ്മുടെ ഭാഷ ഒരല്പം ഒരു ഇച്ചിരിയും സ്വർണ്ണം വല്ലതും നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാൽ പിന്നെ ആളുടെ പിടിക്കാനേ പറ്റത്തില്ല. എന്റെ പൊന്ന് സഹോദരങ്ങളെ, എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യം മുഴുവൻ തങ്കമാ. ഹല്ലേലൂയ. നീ ചവിട്ടുന്നടവും തങ്കത്തിലാ. ഹല്ലേലൂയ. അത്രമാത്രം വർണ്ണനീയമായ ഒരു നഗരമാണ് എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു പാട്ട്, എനിക്ക് പഴയ പാട്ട്, പക്ഷെ എനിക്കത് പാടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു ലൈൻ, ഒന്ന് മൂളിയെങ്കിലും ഞാൻ പാടിപ്പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് പുത്തനെറുശലേം പുരം എത്ര ശോഭിതം. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് പുത്തനെറുശലേം പുരം എത്ര ശോഭിതം. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതാമാം പട്ടണം അതിൻ്റെ ഭംഗി വർണ്യമല്ലഹു, ഭംഗി വർണ്യമല്ലഹു. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതാമാം പട്ടണം അതിൻ്റെ ഭംഗി വർണ്യമല്ലഹു, ഭംഗി വർണ്യമല്ലഹു. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെൻ്റെ നിത്യമവിടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ ഒരു അനുഭവമല്ലേ ഹല്ലേലൂയ കർത്താവ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിന്റെ. ഹല്ലേലൂയ. അതെ നമുക്ക് എത്ര വർണ്ണിച്ചാലും അത് തീരുകയല്ല ദൈവമക്കളെ. അടുത്തതായിട്ട് ഹല്ലേലൂയ യേശുവിന്റെ മണവാട്ടി സഭയാൽ നിർമ്മിക്കപ്പെടുന്നു എന്നത് ഹല്ലേലൂയ നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ചിന്തിക്കാം. യേശുവിന്റെ മണവാട്ടി സഭയാൽ നിർമ്മിക്കപ്പെടുന്നു. ന്യൂ ജെറുസലേം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ജീസസ് ഫോളോവേഴ്സ്, ബ്രൈഡ്സ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പുതിയ യെരുശലേമിനെ പ്രൈസ് ദി ലോർഡ് ബ്രൈഡ് അഥവാ മണവാട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 21:9 വാക്യം വായിക്കുമ്പോൾ, വരുക, കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. വരുക, കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ കാണിച്ചു തരാം. ഇവിടെ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കുന്നത് യേശു ക്രിസ്തു. ഹല്ലേലൂയ. മണവാട്ടി എന്നത് പ്രിയരേ യേശു കർത്താവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഭയാകുന്ന മണവാട്ടി നിങ്ങളും ഞാനുമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മണവാട്ടിയാകുന്ന സഭ എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ കാണിച്ചു തരിക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചുരുക്കത്തിൽ ഭൂമിയിലെ ഭാര്യ ഭർത്തൃക്കന്മാർ എത്രമാത്രം അവർക്കുള്ള ബന്ധം പോലെ പ്രിയപ്പെട്ടവരെ കുഞ്ഞാട് ആകുന്ന കർത്താവ് അഥവാ ഹല്ലേലൂയ മണവാളൻ, മണവാട്ടിയാകുന്ന മണവാട്ടി എന്നത് വിശ്വാസികളായിരിക്കുന്ന നമ്മളുമാണ്. ഹല്ലേലൂയ. സഭയാണ് അഥവാ കാന്തയാകുന്ന മണവാട്ടി. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ ഈ ഭൂമിയിലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ നമുക്ക് അവിടെ ഒരു ജീവിതമുണ്ട് എൻ്റെ മണവാളനോടൊത്ത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 2 കൊരിന്ത്യർ 13:3 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഹല്ലേലൂയ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വശലായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പ്രൈസ് ദി ലോർഡ് അവിടെ കാണുന്നത്. പ്രിയരെ, ക്രിസ്തു എന്ന ഏകാഗ്രത ഹല്ലേലൂയ തെറ്റിക്കുവാൻ ശത്രുവായവൻ ഹല്ലേലൂയ അവൻ അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളെയും എന്നെയും ഈ വിശുദ്ധ നഗരത്തിലേക്ക് വിടാതിരിക്കുവാൻ അവന്റെ തന്ത്രങ്ങൾ അവൻ പ്രയോഗിച്ചു വരിക. ദൈവജനമേ, പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിയാത്തവരാകരുതേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓരോ നിമിഷങ്ങളും എന്റെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരുവാൻ എന്റെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ശത്രുവിന്റെ തീയമ്പുകളെ കുറിച്ച് അറിയണം, മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്താ ചെയ്യേണ്ടതറിയാമോ? പാപത്തെ വിട്ട് ഒരൊറ്റ ഓട്ടം ഓടണം. പ്രൈസ് ദി ലോർഡ്. നീതിമാനായി ദൈവത്തിന്റെ മുൻപിലേക്ക് ഓടണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രിയരെ, എഫെസ്യ ലേഖനം 5:23 വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി അഥവാ സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. പ്രൈസ് ദി ലോർഡ്. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിപ്പീൻ എന്നാണ് വചനം നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു സഭ ഹല്ലേലൂയ സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 14 വാക്യം വായിക്കുമ്പോൾ, നഗരത്തിന്റെ മതിലിന് ഹല്ലേലൂയ 12 അടിസ്ഥാനങ്ങൾ
കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കണം, എത്രമാത്രം വർണ്ണനീയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. എൻ്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നഗരം അഥവാ ആ രാജ്യം അഥവാ പട്ടണം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ലോകത്തിൽ നാം ഒരു ബിൽഡിംഗ് കെട്ടുമ്പോൾ അതിന് കണ്ണു കെട്ടാതിരിക്കാൻ വേണ്ടി ഒരു വലിയൊരു ബൊമ്മ കൊണ്ടത് മുന്നേ നിർത്തും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അകത്തൊരു സെക്യൂരിറ്റി, പുറത്തൊരു സെക്യൂരിറ്റി, ഇഷ്ടംപോലെ സെക്യൂരിറ്റിമാരാ. എന്റെ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിന്റെ സെക്യൂരിറ്റി എല്ലാം ആരാണെന്ന് അറിയാമോ? എന്റെ കർത്താവ് തന്നെയാ. അവിടെ ഒരു സെക്യൂരിറ്റിയുടെയും ആവശ്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഒരുത്തരുടെയും ആവശ്യമില്ല. എന്റെ കർത്താവാണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്റെ കർത്താവ് തന്നെയാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം എഫെസ്യർ 2:20 വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ ആദ്യം പാടിയ ആ പാട്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. അതിന്റെ ഒറ്റ ലൈൻ മാത്രം ഞാനൊന്ന് പാടി അത് ഞാൻ അവിടെ നിന്ന് കടന്നു പോരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തേശു താനതിൻ മൂലക്കല്ലായി അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ അടിസ്ഥാന കൽകളാൽ തീർത്താലേ വിശുദ്ധ മന്ദിരം ശോഭനമേ. അടിസ്ഥാന കൽകളാൽ തീർത്താലേ വിശുദ്ധ മന്ദിരം ശോഭനമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ക്രിസ്തേശു തന്നെ അതിന് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നാണ്. അതെ, ഹല്ലേലൂയ. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അടുത്തതായിട്ട് മറ്റൊരു വേദഭാഗത്തേക്ക്, മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ കടന്നു പോകട്ടെ പ്രിയപ്പെട്ടവരെ. പുതിയ യെരുശലേം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ന്യൂ ജെറുസലേം ഈസ് പാർട്ട് ഓഫ് ഗവൺമെന്റ് എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുരാതന ജെറുസലേം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കളും ഇസ്രായേലിന്റെ തലസ്ഥാനവും ആകുന്നു എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ദാവീദ്, ശലോമോൻ ആയ അവരുടെ പിൻഗാമികൾ ആ യഹോവയുടെ സിംഹാസനത്തിൽ ഭരിച്ചിരുന്നു എന്ന് പ്രൈസ് ദി ലോർഡ് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, ഹല്ലേലൂയ. പുതിയ യെരുശലേമിനെ ഹോളി സിറ്റി എന്നും കൂടെ വിശേഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പുതിയ യെരുശലേം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ നഗരമായി കാണപ്പെടുന്നു. പുതിയ യെരുശലേം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ നഗരമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ഹല്ലേലൂയ. ദൈവജനമേ, ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന്റെ നിയമങ്ങൾ മാത്രമായിരിക്കും അവിടെ നമുക്ക് കാണുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ എത്ര അഡ്മിന്മാരാ, എത്ര പേരാ അതിന് ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നത്. ഇവിടെ ഹല്ലേലൂയ എന്റെ കർത്താവ് പറയുന്ന നിയമങ്ങൾ മാത്രമാ. ഇവിടെ ആർക്കും ഒരു മാറ്റങ്ങളും ഒരു ചേഞ്ചസും കൊടുക്കുവാൻ കഴിയുകയില്ല എന്നത് വളരെ വ്യക്തതയോടുകൂടെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്റെ കർത്താവിന്റെ രാജ്യമായിതാ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ രാജ്യമായിതാ. ഇളകാത്ത രാജ്യം നിങ്ങൾക്കും എനിക്കും വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് മറന്നു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 5:10 വാക്യത്തിലേക്ക് വരുമ്പോൾ, സർവ്വഗോത്രത്തിൽ നിന്നും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുമുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി പ്രൈസ് ദി ലോർഡ് ദൈവരാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ടും പാടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22:3 വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് 22:3 വാക്യം വായിക്കുമ്പോൾ, ദൈവ സിംഹാസനം ഉള്ള ഇടമാണ് പുതിയ യെരുശലേം. ദൈവ സിംഹാസനമുള്ള ഇടമാണ് പുതിയ യെരുശലേം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, അടുത്തായിട്ട് മറ്റൊരു പോയിന്റ് കൂടെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ കടന്നു പോരുകയാണ്. പുതിയ യെരുശലേം ഭൂമിയിൽ ഉള്ളവർക്ക് പ്രൈസ് ദി ലോർഡ് അനുഗ്രഹം കൂടിയാണ്. പുതിയ യെരുശലേം എന്ന് പറയുന്നത് ഭൂമിയിൽ ഉള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹം കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ന്യൂ ജെറുസലേം ബ്ലെസ്സിങ്സ് ടു പീപ്പിൾ ഓൺ എർത്ത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 21:2 വാക്യം വായിക്കുമ്പോൾ, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം
ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, പ്രിയരെ, പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പുതിയ യെരൂശലേമിനെ സ്വർഗത്തിൽ നിന്നുള്ള പുതിയ കാര്യങ്ങൾക്കായി ഹല്ലേലൂയ ഇവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവമക്കളെ, ദൈവം തന്റെ ഇച്ഛ സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ തെറ്റിക്കുന്നത് എവിടെയാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? ദൈവജനമേ, പാപം. ഹല്ലേലൂയ. പാപം മാത്രമാ ദൈവത്തിനും മനുഷ്യനും തമ്മിൽ വേർപിരിക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. എന്റെ കർത്താവ് പാപം ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ദൈവം അല്ല. ഹല്ലേലൂയ. പരിശുദ്ധവനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 59:2 വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ചില നേരങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാതെ കർത്താവ് മുഖത്തെ മറയ്ക്കും. അത് മറ്റുള്ളവർ ജനങ്ങൾ അറിയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന്. എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എന്തെങ്കിലും നിരപ്പ് പ്രാപിക്കുവാൻ, ദൈവത്തോട് എന്തെങ്കിലും ഏറ്റു പറയുവാൻ ഉണ്ടെങ്കിൽ, ഇന്ന് വൈകിയ വേളയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. എന്റെ കർത്താവ് നിങ്ങൾക്ക് മുഖം തരികയുള്ളൂ എന്നത് ഓർത്തുകൊള്ളണം. എല്ലാവർക്കും കർത്താവ് സംസാരിച്ചത് വരികയില്ല. എല്ലാവരോടും എന്റെ കർത്താവ് മറുപടി തരികയില്ല. ഹല്ലേലൂയ. എന്താണ് അതിന്റെ കാരണം? പാപം നിങ്ങളെയും ദൈവത്തെയും വേർപിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഇവിടെ യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നത്. പാപമില്ലാതെ വരുമ്പോൾ ദൈവമക്കളെ, ദൈവരാജ്യം പൂർണ്ണമാകും എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 22:2 വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇനിയും ഈ നഗരത്തെ കുറിച്ച് അല്പം കൂടെ ഒന്ന് വർണ്ണിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കത് ചിന്തിക്കാം. വെളിപ്പാട് 22:2 വാക്യം വായിക്കുമ്പോൾ, രോഗശമനമുള്ള ജീവവൃക്ഷമുള്ള നഗരമെന്നാണ് കാണുന്നത്. രോഗശമനമുള്ള ജീവവൃക്ഷമുള്ള നഗരം എന്നാണ് ഈ നഗരത്തെ വർണ്ണിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 21:4-5 വാക്യങ്ങളിൽ കഷ്ടവും കണ്ണീരുമില്ലാത്ത നഗരം, കഷ്ടവും കണ്ണീരുമില്ലാത്ത നഗരം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 22:3 വാക്യം വായിക്കുമ്പോൾ, ശാപമില്ലാത്ത നഗരം. ഗ്ലോറി, ഹല്ലേലൂയ. ശാപമില്ലാത്ത നഗരം. മരണവും അടക്കവും ഈ പറയുന്ന ശവക്കോട്ടയൊന്നും അവിടെ ഇല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വെളിപ്പാട് പുസ്തകം 21:23 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, മനുഷ്യനോട് കൂടെ ദൈവം ഹല്ലേലൂയ എഴുന്നള്ളി വസിക്കുന്ന നഗരം എന്നാണ് പറയുന്നത്. മനുഷ്യനോട് കൂടെ ഹല്ലേലൂയ ദൈവം എഴുന്നള്ളി വസിക്കുന്ന നഗരമെന്ന് രേഖപ്പെടുത്തുന്നു. വെളിപ്പാടിന്റെ 22:5 വാക്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, രാത്രിയില്ലാത്ത നഗരം. എത്ര ഭയങ്കരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. രാത്രിയില്ലാത്ത നഗരം. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, കർത്താവ് ഒരുക്കുന്ന ആ നഗരത്തിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ സ്നേഹിത, നിനക്ക് ആഗ്രഹമില്ലേ? ഈ ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, പ്രതികൂലമുണ്ട്, നിന്ദയുണ്ട്. നിന്റെ ജീവിതത്തിൽ സകല കഷ്ടങ്ങളിലൂടെ നീ കടന്നു പോകുന്നു. കഷ്ടമില്ലാത്ത, മരണമില്ലാത്ത ഒരു രാജ്യം എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിനക്ക് ആഗ്രഹമില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഒരുക്കുന്ന ആ മനോഹരമായ നഗരത്തിൽ പ്രവേശിക്കുവാൻ നമുക്കൊരുങ്ങാൻ പ്രിയപ്പെട്ടവരെ. എന്റെ മണവാളനൊത്ത മണവാട്ടിയായി ജീവിക്കുവാൻ നമുക്കൊരുങ്ങാൻ പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. പ്രിയരെ, വെളിപ്പാട് പുസ്തകം 2:27 വാക്യത്തിലേക്ക് വരുമ്പോൾ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടെങ്കിലേ പ്രവേശനമുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള വ്യാമോഹമൊക്കെ അത് നിർത്തിവെക്കുക. ഹല്ലേലൂയ, എല്ലാവർക്കും
കഴിയുകയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ അരുമനാഥൻ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത ഒരു മണവാട്ടിയ അങ്ങോട്ടേക്ക് പോകുന്നത്. എല്ലാവർക്കും അവിടേക്ക് പ്രവേശനം ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, എന്റെ കർത്താവിന്റെ വരവിങ്കൽ പ്രൈസ് ദി ലോർഡ് രണ്ടുപേർ യാത്രയിലായിരിക്കും. രക്ഷിക്കപ്പെട്ട ആളിനെ എന്റെ കർത്താവിന്റെ കാഹളത്തിങ്കൽ അവൻ എടുത്തുകൊള്ളപ്പെടും. രക്ഷിക്കപ്പെടാത്ത ആൾ കൈവിടപ്പെട്ടു പോകും. രണ്ടുപേർ കിടന്നിറങ്ങും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ആൾ കാഹളത്തിന്റെ ധ്വനി കേൾക്കുമ്പോൾ അവൻ കർത്താവിനോടുകൂടെ ഹല്ലേലൂയ കടന്നു പോകും. രക്ഷിക്കപ്പെടാത്ത വ്യക്തി കൈവിടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടുപേർ ജോലി ചെയ്യുന്ന ഇടത്തിലും ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ആൾ ഹല്ലേലൂയ ദൈവ പൈതലേ ഹല്ലേലൂയ കർത്താവിന്റെ ശബ്ദത്തിന് മുൻപിൽ കടന്നു പോകുമ്പോൾ മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു രഹസ്യം പറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമായി ഉറപ്പിക്കാം. ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ലോകം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. എന്റെ കർത്താവിന്റെ വരവ്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ വരവ് ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം ആഗതമാകാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അന്നായിരിക്കും കരച്ചിലും പല്ലുകടിയും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ശബ്ദം കേൾക്കാൻ പോകുന്നത്. എന്താണെന്നറിയാമോ? അനേകരെ കാണുകയില്ല, മറ്റുള്ളവരൊക്കെ ഭൂമിയിൽ കാണും. അവർ ഓരോരുത്തരെ പോയി ചോദിക്കും, അവരെവിടെ, ഇവരെവിടെ എന്ന് ചോദിക്കും. എന്നാൽ എന്റെ അരുമനാഥന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരൊക്കെയും കൈവിടപ്പെട്ടു പോകും, തള്ളപ്പെട്ടു പോകും. ഈ ലോകത്തിലെ ഒരു റെക്കമെൻഡേഷനും എന്റെ കർത്താവിന്റെ വരവിനെ തടുത്തു നിർത്തുവാൻ കഴിയുന്നതല്ല എന്നത് വളരെ വ്യക്തതയോടുകൂടി വിളിച്ചറിയിക്കട്ടെ ദൈവജനമേ. അശുദ്ധം, അതായത് വെളിപ്പാട് പുസ്തകം 21-27 വാക്യം ഞാൻ വായിച്ചുവല്ല പ്രിയപ്പെട്ടവരെ. ജീവ പുസ്തകത്തിൽ എഴുതപ്പെടാത്തവൻ ഹല്ലേലൂയ അവിടെ ആർക്കും പ്രവേശനം ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അശുദ്ധമായതും ഒന്നും ഹല്ലേലൂയ യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കവും പ്രവർത്തിക്കുന്നവനാരും സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഹല്ലേലൂയ ആരും അതിൽ കടക്കുകയില്ല എന്ന വചനം വളരെ വ്യക്തതയോടുകൂടി വിളിച്ചറിയിക്കുന്നു. പ്രിയരെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ചില സംഗതികൾ പറയുന്നു. ദൈവമക്കളെ, നമുക്കത് വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിടക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത്, ഈ വകകൾ പ്രവർത്തിക്കുന്നവരാരും സ്വർഗ രാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, എന്റെ കർത്താവിനോട് നിങ്ങൾക്കും ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാതെ പോകും. എന്റെ കർത്താവെ, ഞാൻ ഒരുപാട് ചെയ്തതാ, ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദാനധർമ്മം ചെയ്തതാ, ഒരുപാട് ദൈവദാസന്മാർക്ക് ഞാൻ കൊടുത്തതാ, ഞാൻ ഒരുപാട് സ്തോത്ര കഴിച്ചിട്ടതാ, ഒരുപാട് ഞാൻ ഉപവസിച്ചതാ, പ്രാർത്ഥിച്ചതാ. നോ, എന്റെ കർത്താവ് ഇതൊന്നും കേൾക്കാൻ നിൽക്കുകയില്ല. എന്റെ പ്രിയരെ, ആ ദിനം ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദേശമേ ഉണരുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ മണവാളന്റെ വരവിനായി നിങ്ങൾ ഒരുങ്ങുക പ്രിയപ്പെട്ടവരെ. ഇല്ല എങ്കിൽ കൈവിടപ്പെട്ടു പോകും, തള്ളപ്പെട്ടു പോകും എന്നത് വളരെ വ്യക്തതയോടുകൂടി അറിയിക്കട്ടെ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു. എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ 5:1 പറയുന്നത്, കൂടാരമായി ഞങ്ങൾ തങ്ങളുടെ ഭൗമഭവനം അടിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും എന്റെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുതിയ യെരൂശലേം എന്ന് പറയുന്ന അലങ്കരിക്കപ്പെട്ട അത്ഭുതത്തിന്റെ ആ ഒരു നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്റെ ദൈവമക്കളെ ഒരുങ്ങണമേ എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. അവനവന്റെ നിത്യതയ്ക്ക് വേണ്ടി അവനവൻ കരുതണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി എന്റെ ഭവനത്തിലുള്ള ആരെങ്കിലും സ്നാനപ്പെട്ടാൽ മതിയോ? എനിക്ക് വേണ്ടി എന്റെ ഭവനത്തിലുള്ള മറ്റാരെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ മതിയോ? പ്രൈസ് ദി ലോർഡ്. കൈവിടപ്പെട്ടു പോകും, തള്ളപ്പെട്ടു പോകും. എന്റെ കർത്താവ് പറയും, നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ നിത്യാവകാശികളായി തീരുവാൻ നമുക്കേവർക്കും ഒരുങ്ങാം, ഉണരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുക. പ്രൈസ് ദി ലോർഡ്.
ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് എൻ്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ. വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിക്കണം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഞങ്ങൾ കേട്ടതായ വചനം ഞങ്ങൾക്കത് ഏറ്റവും അനുഗ്രഹപ്രദമായി എന്ന് വിശ്വസിക്കട്ടെ. ഇതുവരെയിലും പുതിയ യെരൂശലേമിനെ കുറിച്ച്, എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തെ കുറിച്ച്, ആ പട്ടണത്തെ കുറിച്ച്, ആ നഗരത്തെ കുറിച്ച് ഒരു ഐഡിയമില്ലാതെ ജീവിച്ച ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ എന്റെ അരുമനാഥന്റെ വരവിനായി കാത്തിരിക്കുവാൻ, പ്രത്യാശയുള്ളവരായി തീരുവാൻ, വിശുദ്ധിയുള്ളവരായി തീരുവാൻ എന്റെ ദൈവം അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇത്രയും സമയം വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹല്ലേലൂയ, അവർക്ക് അനുഗ്രഹമായി മാറട്ടെ. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. സകലത് ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ ആരംഭരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു അനുഗ്രഹമേറിയ കൺവെൻഷൻ, ഓൺലൈൻ കൺവെൻഷൻ, ഹല്ലേലൂയ, അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പര്യവസാനിക്കുവാൻ എൻ്റെ ദൈവം സഹായിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന് ഹല്ലേലൂയ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആരംഭം മുതൽ ഇന്ന് വരെയിലും ശ്രദ്ധിച്ച് ഓരോ മെസ്സേജുകളും കേൾക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ വളരെ ആഗ്രഹത്തോടെ, വളരെ പ്രത്യാശയോടുകൂടി കടന്നു വന്നിരുന്ന എൻ്റെ പല പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതുവരെയിലും എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന, എൻ്റെ എല്ലാ മെസ്സേജുകളും കേൾക്കുന്ന മാന്യ പ്രേക്ഷകരുണ്ട്. അവർക്ക് എന്നെ പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഒരു കാര്യം പറയട്ടെ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് ഒരു പേജുമുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പുമുണ്ട് എന്നത് ഞാൻ ഈ സമയം സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു. ഈ വരുന്ന ഒക്ടോബർ 12 ഞങ്ങളുടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ച അല്ലെങ്കിൽ 1 വർഷം തികയും കൂടാണ്, ആനുവൽ ഡേ ഫംഗ്ഷനും കൂടാണ് എന്നത് ഈ സമയം സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1 വർഷം മുഴുവനും ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ വിശ്വാസ യാത്രയിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന പല സഹോദരങ്ങളെ ഓർമ്മിക്കുവാനുണ്ട്. ഈ നാളുകളിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ദൈവമക്കളെ, ഹല്ലേലൂയ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് 6 വർഷമാകുന്ന 6 years ആകുന്ന ഒരു വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. തമിഴിലും മലയാളത്തിലും ഓൺലൈൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്രയർ ഗ്രൂപ്പാണ്. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നു. ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെയായി അനേകർ എമർജൻസിയായി പ്രാർത്ഥനാ വിഷയങ്ങൾ നൽകുകയും, പ്രിയപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, മാനിക്കുന്ന എൻ്റെ അഡ്മിന്മാർ എന്ന് തന്നെ ഞാൻ പറയട്ടെ, അവരെ ഹല്ലേലൂയവരേക്കും ഞാൻ ഒത്തിരി ഹല്ലേലൂയ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അവരേക്കും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. രാത്രി 3:30 മണിക്കൊക്കെയാണ് എൻ്റെ അഡ്മിന്മാർ പ്രയർ ഗ്രൂപ്പിൽ പ്രയർ ഇടുന്നത്. ഹല്ലേലൂയ. ഈ സമയം ഞാനത് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു ദിവസം പോലും തെറ്റിക്കാതെ 3:30 മണിക്ക് അവരെന്നെ വിളിച്ചായിരിക്കും ചില ദിവസങ്ങളിൽ ഞാൻ ഉണരുന്നത്. അങ്ങനെ എന്നെ വിളിക്കുകയും പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനാ വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി ഇടുകയും അനേക ദാസന്മാർ നിരന്തരം ആ ഗ്രൂപ്പിൽ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വരുന്ന എമർജൻസി പ്രേയേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആകുക. ദൈവമക്കളെ, നിങ്ങളുടെ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ അനേക ദാസന്മാരെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അനേക സഹോദരിമാരെ എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ ഓർത്ത് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും ഞങ്ങളെ വഴി നടത്തിയ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന്റെ വരവോളം വിശ്വസ്തരായി കർത്താവിന്റെ സന്നിധിയിൽ നിലകൊള്ളുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇതുവരെയും
ക്ഷമയോടുകൂടി കാത്തിരുന്ന വചനം കേട്ടിരുന്ന എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയട്ടെ. മാത്രമല്ല റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലായിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. നിങ്ങളെല്ലാവരെയും അടിയൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ദൈവമായ കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.